ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 25-ാം തീയതി ജൂൺ 25-ന് നടന്ന എക്സാമിലെ, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിലെ കറണ്ട് അഫെയർസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളുമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. ആൻസർ ഏതാണ്? 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ. യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? നമ്മുടെ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി 2023 ഒക്ടോബറിൽ 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. നമുക്ക് ചോയ്സ് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് ചോയ്സ്, എ ചോയ്സ് രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, ശരിയാണ്, അത് ശരിയാണ്. അടുത്തത് ബി മധ്യപ്രദേശ് മോഹൻ യാദവ്, ശരിയാണ്. സി തെലങ്കാന രേവന്ത് റെഡ്ഡി, ശരിയാണ്. ഡി ചോയ്സ് ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ അല്ല. ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി ആണ്. വിഷ്ണു ദിയോ സായി, ഓർത്തിരിക്കുക, വിഷ്ണു ദിയോ സായി. അത് ഈയിടെ നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനും ചോദിച്ചിരുന്നു. ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി ആണ്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഏതാണ് ആ രാജ്യം? 33 രാജ്യങ്ങൾക്ക് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി വിസ ഇളവ് അനുവദിച്ചു. ഏത് രാജ്യത്താണ്? ഇറാൻ. ഇറാനിലാണ് വിസ ഇളവ് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? നമ്മുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ആ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഈ തന്നിട്ടുള്ള ചോയ്സിൽ ഒഡീഷ, ആന്ധ്രാപ്രദേശാണ് കറക്റ്റായിട്ട് വരുന്നത്. നോക്കാം, നമുക്ക് 4 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നിവയായിരുന്നു. ഇതിൽ ഈ തന്നിരിക്കുന്ന ചോയ്സിൽ നമുക്കപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ഒഡീഷയും ആന്ധ്രാപ്രദേശുമാണ്. ഏതൊക്കെയാണ് 4 സംസ്ഥാനങ്ങൾ? ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നിവയായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത്തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? M. ശ്രീശങ്കർ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം അത്ലറ്റിക്സ് ആണ്. അദ്ദേഹം ഒരു ലോങ് ജമ്പ് താരമാണ്. M. ശ്രീശങ്കർ, മുരളി ശ്രീശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അദ്ദേഹം ഒരു ലോങ് ജമ്പ് താരമാണ്. അപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല അത്ലറ്റിക്സ് ആണ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇതെല്ലാം ഈയിടെ എല്ലാം വന്ന PSC എക്സാമുകളിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ സൗരദൗത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആദിത്യ L1. ആദിത്യ L1 ആണ് ഇന്ത്യയുടെ സൗരദൗത്യം. ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? അല്ലു അർജുനാണ്. 2023 നാഷണൽ ഫിലിം അവാർഡ് 69th കിട്ടിയത്. അദ്ദേഹത്തിന്
പുഷ്പ ദ റൈസ് പാർട്ട് 1 എന്ന ഫിലിമിലെ അഭിനയത്തിനാണ് കിട്ടിയത്. നമ്മളതിലെ അഭിനയമൊക്കെ കണ്ടതായിരിക്കാം. പുഷ്പ ദ റൈസ് പാർട്ട് 1 എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. നടിമാരാരൊക്കെയായിരുന്നു? നടിമാർ ആലിയ ഭട്ട്, കൃതി സനോൺ എന്നീ 2 നടിമാർക്കാണ് അവാർഡ് കിട്ടിയത്. ആലിയ ഭട്ട് എന്ന നടിക്ക് ഗംഗൂബായ് കത്തിയവാടി എന്ന ഫിലിമിലെ അഭിനയത്തിനും കൃതി സനോണിന് മിമി എന്ന ഫിലിമിലെ അഭിനയത്തിനുമാണ് അവാർഡ് കിട്ടിയത്. നടിമാർ അപ്പോൾ 2 പേരാണ് പങ്കിട്ടെടുത്തത്, ആലിയ ഭട്ടും കൃതി സനോണും. ഓർത്തിരിക്കുക. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ വേദി നമുക്കറിയാം, പാരീസാണ്. പാരീസ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, 2028 ഒളിമ്പിക്സ് സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ആഞ്ചലസ് USA ആണ്. ലോസ് ആഞ്ചലസ് USAയിലാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. 2032 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ വെച്ചാണ്. അതുപോലെ തന്നെ 2026 വിൻ്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഇറ്റലിയിലെ മിലാനും കോർട്ടിന ഡി ആംബസോ എന്നീ 2 സ്ഥലങ്ങളിൽ വെച്ചാണ്. ഇറ്റലിയിൽ തന്നെയുള്ള മിലാനും കോർട്ടിന ഡി ആംബസോ എന്നീ 2 സ്ഥലങ്ങളിൽ വെച്ചാണ് 2026 വിൻ്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അത് ഈയിടെ നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക. 2026 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദിയാകാൻ പോകുന്നത് ഇറ്റലിയിലെ മിലാനും കോർട്ടിന ഡി ആംബസോവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 നിപ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? കോഴിക്കോട്. ഓർത്തിരിക്കുക, കോഴിക്കോടാണ്. അതുപോലെ 2023 H5N1 അഥവാ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ് H5N1 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. അതുപോലെ ഈ അടുത്ത് 2024 മെയ്യിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് തൃശ്ശൂർ ജില്ല. വെസ്റ്റ് നൈൽ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായാണ് ആചരിക്കുന്നത്? അത് നമുക്കെല്ലാം പരിചയമുള്ളതാണ്. ഇയർ ഓഫ് മില്ലറ്റ്സ് ആയി ആഘോഷിച്ചു എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു, അതായത് ചെറുധാന്യങ്ങളുടെ വർഷം. ഇയർ ഓഫ് മില്ലറ്റ്സ്, ചെറുധാന്യ വർഷമായിരുന്നു 2023. 2024 ഏത് വർഷമാണ്? ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ഇയർ 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ഒട്ടക വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് 2024. അതുപോലെ 2025 ഏതിൻ്റെ വർഷമാണ്? ഏതിൻ്റെ വർഷമായിട്ട് ആചരിക്കാനാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചിട്ടുള്ളത്? അത് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ആചരിക്കാനാണ് 2025 ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവൻഡി, ലൂയിസ് ഇ ബ്രൂക്സ്, അലക്സി എക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൻ്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിനുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൻ്റ്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ഓർത്തിരിക്കുക. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആസാം സംസ്ഥാനത്തിലെ മാന്ത്രിക അരിയാണ് ചോക്കുവ അരി. ആസാം സംസ്ഥാനത്തിലെയാണ് GI ടാഗ് ലഭിച്ച ചോക്കുവ അരി. 2023 ഓഗസ്റ്റിൽ EG5.1 അഥവാ എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയിലാണ് EG5.1 അഥവാ എറിസ് എന്ന കോവിഡ് വകഭേദം 2023 ഓഗസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തത്.
ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമായ കേരളം തന്നെയാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വരുന്ന LP-UP എക്സാമിനും LDC എക്സാമിനും ഈ വീഡിയോ പ്രയോജനപ്പെടും. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.